മനുഷ്യ ജീവിതത്തിൽ നിറവേറാതെ കിടക്കുന്ന ധാരാളം ആഗ്രഹങ്ങളുണ്ട്. എന്നാൽ എല്ലാ ആഗ്രഹവും എക്കാലത്തും നിറവേറണമെന്നില്ല. എന്നാൽ നിന്റെ ഹൃദയത്തിൽ കിടക്കുന്ന ആഗ്രഹങ്ങളിൽ ചില ആഗ്രഹങ്ങളൊക്കെ നിവർത്തിക്കണമെന്ന് കർത്താവ് ഈ നാളുകളിൽ ആഗ്രഹിക്കുന്നു. അതാണ് ഇന്നത്തെ ആത്മീക സന്ദേശം. 20-ാം സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വാക്യം, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. ഒരിക്കലും നിറവേറാൻ സാധ്യതയില്ലാത്ത ചില ആഗ്രഹങ്ങൾ ഈ ദിവസങ്ങളിൽ നിന്റെ ജീവിതത്തിൽ നിറവേറാനുള്ള ദൈവിക സമയമായി എന്നാണ് ഇന്നത്തെ സന്ദേശം. നാളുകൾ കൊണ്ട് പ്രാർത്ഥിക്കുന്ന നിന്റെ ജീവിതത്തെ നോക്കിക്കൊണ്ട് ഇന്നും നിന്നെ പുച്ഛത്തോടെ സംസാരിക്കുന്ന ചിലരുടെ മുൻപിൽ നീ ആഗ്രഹിച്ച ആഗ്രഹത്തിനകത്ത് ദൈവഹിതമുണ്ടെന്ന് നിനക്ക് ബോധ്യം വരത്തക്ക രീതിയിൽ നിന്റെ ഹൃദയത്തിലെ ചില ആഗ്രഹങ്ങൾ ദൈവം സാധിപ്പിച്ചു തരാൻ പോവുകയാണ്. ആ ആഗ്രഹം സാധിപ്പിക്കുന്നതോടെ നിന്റെ ജീവിതത്തിന്റെ മുഖഭാവങ്ങൾ മാറാൻ തുടങ്ങും. നമുക്ക് ഇന്നത്തെ ഈ സന്ദേശം ഹൃദയത്തിൽ സ്വീകരിക്കുന്ന സമയത്തു തന്നെ നിന്നോട് ബന്ധപ്പെട്ടുള്ള ചില കാര്യത്തിൽ ദൈവത്തിന്റെ അദൃശ്യ കരം നിങ്ങളുടെ മേൽ വെളിപ്പെടുവാൻ പോവുകയാണ്. പലപ്പോഴും നീ തന്നെ ചോദിച്ചു, ഈ ആഗ്രഹങ്ങളൊക്കെ എന്നെങ്കിലും സാധിക്കുമോ? ഈ ആഗ്രഹത്തിനൊരു പൂർത്തീകരണം ഉണ്ടാകുമോ? പരിശുദ്ധാത്മാവ് സംസാരിക്കുക. നിന്റെ ഹൃദയത്തിൽ കിടക്കുന്ന ചില ആഗ്രഹങ്ങൾ ദൈവം നിന്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കുന്നത് കാണുമ്പോൾ നീ പോലും അത്ഭുതപ്പെടത്തക്ക രീതിയിൽ ഒരു ദൈവപ്രവർത്തി ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ടാണ് ഇന്ന് നിങ്ങളോട് ഈ സന്ദേശം പറയുന്നത്. ആഗ്രഹത്തോടെ കാത്തിരിക്കാം. നിന്റെ ആഗ്രഹം ഉടനെ പൂർത്തീകരിക്കപ്പെടും. ദൈവസന്നിധിയിൽ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാനുള്ള വക ഈ ദിവസങ്ങളിൽ ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോവുകയാണ്. ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാൻ, കർത്താവേ, ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരണമേ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഹൃദയത്തിൽ കിടക്കുന്ന ആഗ്രഹങ്ങൾ നിവർത്തിയാകാതെ അസ്വസ്ഥരായിരിക്കുന്ന നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ആഗ്രഹങ്ങൾ ഈ ദിവസങ്ങളിൽ സാധിക്കണം. ആത്മീകമായി വളരാനുള്ള ആഗ്രഹം, ആത്മീകമായി ഉയരാനുള്ള ആഗ്രഹം, സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടേണ്ട ആഗ്രഹം ദൈവം അത് സാധിപ്പിച്ചു കൊടുക്കണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിശ്ചയമായും നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം യഹോവ സാധിപ്പിച്ചു തരും. ഗോഡ് ബ്ലസ് യു.